നമസ്കാരം. സോഷ്യൽ മീഡിയ ഇടപെടലുകൾ പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. എന്നാൽ ഷിരൂരിൽ കാണാതെയായ അർജുനെ കണ്ടെത്തുന്നതിനു വേണ്ടി സോഷ്യൽ മീഡിയ വഹിച്ച പങ്ക് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. ഏവരും അർജുന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റുകൾ ഇടുന്നു, റീലുകൾ പ്രചരിക്കുന്നു. എന്തായാലും അർജുനെ ഏറ്റവും ഒടുവിൽ നമുക്ക് ജീവനോടെയല്ല തിരിച്ച് കിട്ടിയത്. ആ കുടുംബത്തിന് പക്ഷേ ആശ്വാസം പകരുന്ന വാർത്തകൾ തന്നെയായിരുന്നു, അതിൽ സംശയമില്ല. കാരണം അവർക്ക് അവസാനം ഒരു പ്രാർത്ഥനയാണ് ഉണ്ടായിരുന്നത്, എങ്ങനെയെങ്കിലും അർജുനെ തിരിച്ചു കിട്ടണം, ഞങ്ങൾക്ക് അവൻ മരിച്ചു എന്നെങ്കിലും വിശ്വസിക്കാൻ എന്തെങ്കിലും തിരിച്ചു കിട്ടിയേ മതിയാകൂ. അത് ലഭിച്ചു. ഇതിനെല്ലാം പിന്നാലെ ചിത്രം തന്നെ ആകെ മാറി. ഒരു പക്ഷത്ത് അർജുന്റെ കുടുംബം വില്ലനാകുമ്പോൾ മറുവശത്ത് മനാഫ് ഹീറോയാകുന്നു. മറ്റൊരു വശത്ത് മനാഫ് വില്ലനാകുമ്പോൾ അർജുന്റെ കുടുംബം ഹീറോകളാകുന്നു. ഞാൻ 2 ദിവസം മുൻപ് ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തു. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഈ അർജുന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടത്തെക്കാൾ വലുതല്ല മറ്റാർക്കും ഉണ്ടായ നഷ്ടം. അതുകൊണ്ട് തന്നെ മനാഫിനോട് ഒരു കാര്യം അഭ്യർത്ഥിച്ചിരുന്നു, ഇനി ആ കുടുംബത്തെ വെറുതെ വിടൂ. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരെ കുറിച്ച് കൺസേൺ ആകേണ്ട കാര്യമില്ല, അവർ അവരുടെ വഴിക്ക് ജീവിക്കട്ടെ എന്ന്. പക്ഷെ ഇന്ന് അതല്ല ചിത്രം. മനാഫിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുകയാണ് കേരള സർക്കാർ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതിലൊരു പ്രാഥമിക പരിശോധന നടത്തിയിട്ട് തന്നെ ആയിരിക്കണമല്ലോ കേസെടുത്തത്. അത്തരത്തിലൊരു കുറ്റം മനാഫ് ചെയ്തോ എന്നതാണ് ചോദ്യം. പരാതിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതിയിലാണ് മനാഫിനെതിരെ ചേവായൂർ പോലീസ് കേസെടുത്തത്. സമൂഹത്തിൽ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമമെന്ന വകുപ്പാണ് ചുമത്തിയത്. കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മനാഫ് മുതലെടുത്തു എന്ന് FIR-ലുണ്ട്. അർജുനെ കാണാതായ നിമിഷം മുതൽ അർജുന്റെ കുടുംബം നേരിട്ടത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണം തന്നെയാണ്. അർജുന്റെ അമ്മ സൈന്യത്തിനെതിരെ നടത്തിയ ഒരു പരാമർശമടക്കം കാരണമായി എന്നുള്ളതാണ്. എന്തായാലും പൊതുജനം മനാഫിനൊപ്പം തന്നെയാണ്. ഈ പ്രസ് മീറ്റ് അർജുന്റെ കുടുംബം നടത്തുമ്പോൾ വെറും 10,000 ആയിരുന്നു സബ്സ്ക്രൈബേഴ്സ് എങ്കിൽ ഇന്ന് മനാഫിന്റെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ലക്ഷം കടന്നിരിക്കുന്നു. കാരണം അർജുനെ എത്രത്തോളം നമ്മൾ മലയാളികൾ സ്നേഹിച്ചുവോ അതിന്റെ വലിയൊരു പങ്ക് സ്നേഹം ഇപ്പോൾ മനാഫിന് ജനങ്ങൾ നൽകുകയാണ്. അർജുന്റെ കുടുംബം പ്രസ് മീറ്റ് നടത്തിയതിന് പിന്നാലെ മനാഫ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, എന്താണ് ആർക്കാണ് ചെയ്യാൻ സാധിക്കുക, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി, ആർക്കാണ് അതിൽ തെറ്റ്, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് തോന്നിയപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, അവിടുന്ന് ലൈവ് കൊടുത്തു, വിഷയം എല്ലാവരും അറിയട്ടെ എന്ന് കരുതി. പിന്നെ എന്റെ ലോറിക്ക് ഞാൻ അർജുൻ എന്ന് തന്നെ പേര് നൽകും. എന്താണ് എന്റെ യൂട്യൂബ് ചാനലിലെ പ്രൊഫൈൽ പിക്കായി അദ്ദേഹത്തിന്റെ ചിത്രം, അതായത് അർജുന്റെ ചിത്രം ഇട്ടാൽ എന്നൊക്കെയാണ് അന്ന് അദ്ദേഹം ചോദിച്ചത്, മനാഫ് ചോദിച്ചത്. പക്ഷെ ഇന്നലെ മനാഫ് പിന്നീട് മാധ്യമങ്ങളെ കണ്ടിരുന്നു. താൻ ചെയ്തത് തെറ്റാണ് എങ്കിൽ താൻ ആ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു. ഇപ്പോഴും അർജുന്റെ കുടുംബത്തെ തന്റെ കുടുംബമായി തന്നെയാണ് കാണുന്നത്. താൻ വിഷയങ്ങളെ വികാരപരമായി നേരിടുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വിഷമത്തിലായിരിക്കാം താൻ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത്. പക്ഷെ അതിലൊക്കെ ഇപ്പോൾ ഒരു വിഷമമുണ്ട്. തന്റെ യൂട്യൂബ് ചാനലിന്റെ പ്രൊഫൈൽ പിക്ക് താൻ മാറ്റി, അർജുന്റെ ചിത്രത്തെ മാറ്റി, ഒപ്പം ലോറിക്ക് ഇനി അർജുൻ എന്ന പേര് നൽകുകയില്ല, അർജുന്റെ കുടുംബത്തിന്റെ വികാരത്തെ താൻ മാനിക്കുന്നു എന്ന് പറഞ്ഞ് ആ കുടുംബത്തോട് മാപ്പ് ചോദിക്കുകയായിരുന്നു. ആ ഒരു പ്രസ് മീറ്റോടുകൂടി ഈ വിഷയം കഴിയുമെന്ന് തന്നെയാണ് കരുതിയത്. ശരിക്കും ഈ വിഷയത്തിൽ മുതലെടുപ്പ് നടത്തുന്നത് ആരാണ് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ആരൊക്കെ മുതലെടുപ്പ് നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയവുമില്ല. അർജുന്റെ പേര് പറഞ്ഞ് പണം പിരിക്കുന്നു, സമൂഹത്തിൽ തങ്ങളുടെ പേര് ചീത്തയാക്കുന്നു, അങ്ങനെ ഗുരുതരമായ ആക്ഷേപങ്ങൾ അർജുന്റെ കുടുംബം മനാഫിനെതിരെ ഉന്നയിച്ചു. അതൊരു ആരോപണമായി നിലനിൽക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് കേസെടുത്തപ്പോൾ ഈ സ്ഥിതിയൊക്കെ മാറി. എന്തായാലും ഈ ഒരു കാര്യം പോലീസ് അന്വേഷിച്ച് അതിൽ ബോധ്യം വരേണ്ടതാണ്. സമാനതകളില്ലാത്ത ജനസ്വീകാര്യതയാണ് അർജുന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനിടെ തെറ്റിദ്ധാരണ 2 കൂട്ടർക്കും സംഭവിച്ചിട്ടുണ്ടാകാം. ആ ഒരു തെറ്റിദ്ധാരണ ഒരുപക്ഷെ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് സംസാരിച്ചാൽ പോലും തീരാവുന്നതായിരിക്കാം. കാരണം അർജുനെ കണ്ടെത്തുക എന്നതായിരുന്നു ഏവരും ആഗ്രഹിച്ചിരുന്നത്. അർജുനെ കണ്ടെത്തി ആ കുടുംബത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപയാണ് സർക്കാർ ധനസഹായമായി പ്രഖ്യാപിച്ചത്. വയനാട്ടിൽ ഇപ്പോഴും ഉറ്റവരെ കിട്ടാത്ത കുടുംബങ്ങളുണ്ട്. അവർ പ്രാർത്ഥനയോടെ ഒരു ശരീരഭാഗമെങ്കിലും ലഭിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നവരുണ്ട്. അത് കവളപ്പാറയിലും പുത്തുമലയിലും ഒക്കെ ഉള്ള അവസ്ഥ തന്നെയാണ്. ആ ഒരു സമയത്താണ് ഷിരൂരിൽ കാണാതെയായ അർജുന് വേണ്ടി ഒന്നടങ്കം മലയാളികൾ ഇറങ്ങിയത്. എന്തായാലും വിഷയം കൈവിട്ട് പോയി എന്നുള്ളതാണ്. മനാഫ് ഇത്തരത്തിലൊരു കേസിലൊക്കെ കുടുങ്ങുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു സഹജീവിക്ക് വേണ്ടി മുന്നോട്ട് വരിക എന്ന ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്.
നമ്മൾ ഏതൊരു വിഷയത്തിൽ പോയി ഇടപെടുമ്പോഴും നമുക്ക് അത് ഗുണം ചെയ്യാത്ത വിഷയമാണ് എങ്കിൽ നമ്മൾ തീർച്ചയായും ചിന്തിക്കും ഇത് നമുക്ക് പുലിവാലാകുമോ എന്ന്. കുറച്ച് നാൾ മുൻപ് വരെ ഇത്തരത്തിൽ അപകടത്തിൽ പെട്ട് കിടന്നാൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി വരികയാണ്. അതിന് കാരണം ഈ അപകടത്തിൽപ്പെട്ടയാളെ എത്രയും വേഗം ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അയാൾക്കെതിരെ നടപടി ഉണ്ടാവുകയില്ല എന്ന് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുപോലൊരു അവസ്ഥയാണിത്.